Hello students, about P series in the convergence ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്. ഇനി അതിന്റെ ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടെ ഉള്ളൂ. Determine whether the given series converge or diverges. Sigma n equal to 1 to infinity 1 by n square. നമുക്കറിയാം P greater than 1 ആണെങ്കിൽ P സീരീസ് കൺവേർജ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ P സീരീസുമായിട്ട് കമ്പയർ ചെയ്ത് ഇങ്ങനെ കുറേ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സീരീസ് ആണെങ്കിൽ P സീരീസുമായിട്ട് കമ്പയർ ചെയ്ത് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തിരിക്കുന്നു നോക്കൂ, P is equal to 2 greater than 1 ആണ്, അതുകൊണ്ട് അത് കൺവേർജ് ചെയ്യും. അടുത്തത് 1/√10 ആണ്. അപ്പോൾ n raised to 1/2 ആണ് വരുന്നത്. അപ്പോൾ P equal to 1/2 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നു നമ്മൾ കണ്ടതാണ്, അതുകൊണ്ട് അത് ഡൈവേർജ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. അടുത്ത പ്രോബ്ലം n raised to -1.001 ആണ്. -1.001 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് എഴുതുക, എന്നാലല്ലേ P സീരീസിന്റെ ഫോമിൽ ആവുള്ളൂ. 1/n raised to P എന്നുള്ള ഫോമിലേക്ക് എഴുതിയാൽ 1/n raised to 1.001 വരും. അപ്പോൾ ഇവിടെ P എന്ന് പറഞ്ഞാൽ 1.001 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ സീരീസ് P സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൺവേർജ് ചെയ്യും എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് P സീരീസിൽ വരുന്ന പ്രോബ്ലംസ്. ഇതുപോലെ ഇൻ്റഗ്രൽ ടെസ്റ്റ് വെച്ച് ചെയ്യാവുന്ന കുറേ പ്രോബ്ലംസും P സീരീസ് യൂസ് ചെയ്ത് ചെയ്യാവുന്ന പ്രോബ്ലംസും നമ്മുടെ എക്സസൈസിൽ കിടക്കുന്നുണ്ട്. കൺവേർജൻസ് ചെക്ക് ചെയ്യാനും സം കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ അതിൽ ഒരു 5-6 എണ്ണം എടുത്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ, ഹോംവർക്കായിട്ട്. ഓക്കെ.